അഗൈസ് ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. പക്ഷേ ഞാൻ ഒരുപാട് ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു അടിപൊളി സ്ട്രാറ്റജി എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ പൈത്തൺ പഠിച്ചു തുടങ്ങുമ്പോൾ വെബ് ഡെവലപ്മെൻ്റ് ആണോ, ഡാറ്റ അനലിറ്റിക്സ് ആണോ, ഡാറ്റ സയൻസ് ആണോ, ബിസിനസ് അനലിറ്റിക്സ് ആണോ, ഒന്നും ആലോചിക്കണ്ട. ഡാറ്റ എഞ്ചിനീയറിംഗ് എടുക്കണം, അതേ വെച്ച് കൺഫ്യൂഷൻ ആവണ്ട. ഈ പറഞ്ഞ ഏത് ഫീൽഡിൽ പോയാലും നല്ല ഫ്യൂച്ചർ ഉണ്ട്. സോ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇതിനൊക്കെ വേണ്ടത് അടിത്തറയാണ്. അടിത്തറ എന്താ? പൈത്തണിൻ്റെ ബേസിക്സും അഡ്വാൻസ് സ്കിൽസും. അത് നമ്മൾ അങ്ങോട്ട് ഫസ്റ്റ് സെറ്റാക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നത് ഏത് ഫീൽഡിൽ പോകണം. വെബ് ഡെവലപ്മെൻറ്റിലോട്ടാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. കാരണം വെബ് ഡെവലപ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഞാൻ എൻ്റെ ഈ ചാനൽ ഇടുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ട് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. അതിനപ്പുറം പുറത്തുനിന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ട് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കംപ്ലീറ്റ് ഗൈഡ് ചെയ്തുകൊണ്ട് ഒരു അടിപൊളി ഡെവലപ്പർ ആക്കാനുള്ള സപ്പോർട്ട് ഞാൻ ചെയ്തുതരും. പക്ഷേ നിങ്ങൾക്ക് അനലിറ്റിക്സൊക്കെ ഡാറ്റ സയൻസൊക്കെ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നവരെ അവരെ നിങ്ങൾക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അതുമാതിരി നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് പഠിക്കണമെങ്കിലും പഠിക്കുക. കാരണം നിങ്ങൾക്ക് അപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം പൈത്തൻ്റെ ബേസിക്സോ അഡ്വാൻസോ നമ്മൾ ഇവിടെ നിന്ന് സ്ട്രോങ് ആക്കും. സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് പേടിക്കാൻ? നിങ്ങൾക്ക് അനലിറ്റിക്സോ ഡാറ്റ സയൻസോ ധൈര്യത്തിൽ ട്രൈ ചെയ്യാം. പിന്നെ ഇതിനൊന്നും ഡിഗ്രി മാറ്റർ അല്ല, നിങ്ങൾക്ക് സ്കിൽസാണ് മാറ്റർ. ഒരുപാട് ആളുകൾ ബിടെക് പഠിച്ചിട്ട് ജോലി കിട്ടാൻ നിൽക്കുന്നുണ്ടല്ലോ. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളുകൾ ജോലി കിട്ടുന്നില്ലല്ലോ, അല്ല കുറഞ്ഞ സാലറി വർക്ക് ചെയ്യുന്നവരുള്ളൂ. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്കിൽസ് ഇല്ല. സ്കില്ലാണ് മാറ്റർ. ഞാൻ എൻ്റെ റെസ്യൂമിലൊക്കെ എൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിലൊക്കെ എടുക്കുന്നത്. അതിൻ്റെ ഫസ്റ്റിൽ വരുന്നത് സ്കിൽസ്, പിന്നെ വരുന്നതിൻ്റെ എക്സ്പീരിയൻസും പ്രോജക്ട്സ് ഒക്കെയാണ്. ഇത് നമ്മൾ പ്രോജക്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ചാറ്റിങ് ആപ്പ്, അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എഫേർട്ട് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മൾ എന്താ പറയുക, കാർഡ്സ് മൂവ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നല്ല അടിപൊളി 1-2 പ്രൊജക്റ്റും ചെയ്ത് കാരണം നമ്മളെ സ്കിൽസൊക്കെ കറണ്ട് മാർക്കറ്റിൽ വേണ്ട സ്കിൽസൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഒരു അടിപൊളി CV ഉണ്ടാക്കിയാൽ അവിടെ ഡിഗ്രി മാറ്റർ അല്ല. ഡിഗ്രി ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഫോർമാലിറ്റിയാണ് ഞാൻ പറയുക. അടിപൊളി വലിയ വലിയ കമ്പനികൾ, ഗൂഗിൾ, ഇൻഫോസിസ്, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഒരുപാട് എന്താ പറയുക, അവരെ പണ്ടത്തെ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തു പോകുന്ന ആളുകളാണ്. അവർ ബിടെക് വേണം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ BSc വേണം, MCA വേണം, BCA MCA ഒക്കെ വേണം. പക്ഷെ നമ്മളതൊന്നും കൺസിഡർ ചെയ്യേണ്ട. നമുക്ക് നല്ല സാലറി തരാൻ പറ്റിയ ഇഷ്ടം പോലെ കമ്പനികളോടുണ്ട്. IT കമ്പനി ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടാവും. മേ ബി ഒരു 10-20,000 മേലത്തിന് കറിയില്ല കറക്റ്റായിട്ട്, മേ ബി ലക്ഷക്കണക്കിന് കമ്പനികളുണ്ടാവും. സോ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല പേ തരാൻ പറ്റിയ ആ കമ്പനികൾ ഇവിടെ ഉണ്ടാവും. നമ്മൾ മറ്റുള്ള കമ്പനിയോട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നീ മറ്റുള്ള കമ്പനികൾ നിനക്ക് നല്ല എക്സ്പീരിയൻസും നല്ല സ്കില്ലൊക്കെ ആകുമ്പോൾ മേ ബി അവർ ഓപ്പർച്യൂണിറ്റി തന്നേനും വരും. നമ്മളെ അപേക്ഷിച്ച് നമുക്ക് ലൈഫ് രക്ഷപ്പെടണം, നല്ലൊരു സാലറി കിട്ടണം. അതിന് ഈ ഒരു ഫീൽഡിക്ക് സിമ്പിളായിട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പൈത്തൻ്റെ ബേസിക്സ് അങ്ങോട്ട് സ്ട്രോങ് ആക്കും. അതിനുശേഷം ആലോചിക്കുക ഏത് ഫീൽഡിലോട്ട് പോകണം. അത് ഞാനൊരു പുതിയൊരു സ്ട്രാറ്റജി ഇന്നിങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അത് അടിപൊളിയാവുമെന്ന് എനിക്ക് തോന്നി. അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസും തരും. കാരണം നിങ്ങൾക്ക് വെബ് ഡെവലപ്മെൻറ്റ് പഠിച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഇതിൽ വരണ്ട. കാരണം ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഏത് മേഖലയിലോട്ടും പോകാൻ കഴിയും. ഇനി അപ്പോൾ ലാപ്ടോപ്പ് കൺസേൺസ് മേ ബി വരാം. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ലാപ്ടോപ്പ് ഇല്ല, എനിക്ക് ഇപ്പം തന്നെ എന്താ പറയുക അതിലോട്ട് പോകണം, കൺഫ്യൂഷൻസ് വരും. അപ്പോൾ അതിനൊരു അടിപൊളി പരിപാടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈത്തൺ ഓൺലൈൻ കമ്പൈലർ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് നമ്മളെ ഫോണിൽ തന്നെ പൈത്തൺ ഓൺലൈൻ കമ്പൈലറിന് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആ പേജ് വരും. അത് ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെല്ലാ ഈഫ് കണ്ടീഷനും എൽസും ഫോർ ലൂപ്പും ഓൾമോസ്റ്റ് പൈത്തൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് അതിൽ ചെയ്ത് നോക്കാൻ പറ്റും. അതിൽ ചെയ്ത് നോക്കി ബേസിക്സ് ഇട്ടോ, അതിൽ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ, എന്നെ കൊണ്ട് കഴിയും. അപ്പോൾ നിങ്ങളെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിന് ലാപ്ടോപ്പ്, ഒരു i5 8GB ജനറേഷനുള്ള ലാപ്ടോപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി നല്ല എക്സ്പെൻസീവുള്ള ലാപ്ടോപ്പ് വാങ്ങാം. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ പേയ്മെൻറ്റിൽ ലാപ്ടോപ്പ് വാങ്ങിയിട്ട് നിങ്ങൾ കോഡൊക്കെ ചെയ്ത് നോക്കി ഒരു കോൺഫിഡൻസ് വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങളിതൊരു എക്സ്പെൻസീവ് ലാപ്പിലോട്ട് പോയാൽ മതി. ആദ്യം തന്നെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് അതിലൊരു മേ ബി കൺഫ്യൂഷൻസും വരും. നമുക്ക് ഇത്രയും എക്സ്പെൻസൊക്കെ ആവുന്നുണ്ടല്ലോ, മാക്സിമം ലെസ് എക്സ്പെൻസിൽ പഠിക്കാൻ നോക്കുക ആണ്. പിന്നെ നമുക്ക് ആലോചിക്കാം. അപ്പോൾ നമുക്ക് ഓൺലൈൻ കമ്പൈലറിനെ പറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ക്രോം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ജസ്റ്റ് പൈത്തൺ ഓൺലൈൻ കമ്പൈലറിന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഈ ഓൺലൈൻ പൈത്തൺ കമ്പൈലർ പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതെല്ലാം ഒഴിവാക്കുകയാണ്. കുറച്ച് കമൻസൊക്കെ അവർ ആഡ് ചെയ്തതാണ്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കിത് കംപ്ലീറ്റ് കോഡ് ചെയ്യാൻ കഴിയുന്നല്ലേ പറയുന്നത്. ഒരു സ്റ്റാർട്ടിങ് എന്നെക്കൊണ്ട് കഴിയുമല്ലേ ജസ്റ്റ് മനസ്സിലാക്കാൻ കഴിയും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കാം. ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക.
നമ്മൾ പറയുന്ന വീഡിയോയിലൊക്കെ ആൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ചെയ്ത് നോക്കാൻ പറ്റിയതാണ്. പിന്നെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളെ വീഡിയോയിലുള്ളൊരു ടോപ്പിക് തന്നെ എടുത്തിട്ട് എക്സ് ഈക്വൽ ടു 10, അതിനുശേഷം എന്ത് ചെയ്തു വൈ അസൈൻ നോട്ട് ഈക്വൽ ടു അസൈൻ ആണ്, അസൈൻ ഒരു 30 അസൈൻ ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു പ്രിൻ്റ് എക്സ് പ്ലസ് വൈ. ഇതാണ് വെച്ചാൽ നമ്മൾ വേരിയബിൾ ഓപ്പറേഷൻ നടത്തുന്നത്. വേരിയബിൾ എന്നിട്ട് അല്ല വാല്യൂവിലാണ് ഉണ്ടെങ്കിൽ 30 + 10 എന്നല്ല പറയൽ. നമ്മൾ വേരിയബിൾ ഓപ്പറേഷൻ നടത്തുമ്പോൾ എക്സ് പ്ലസ് വൈ. ഇനി ഇവിടെ ഈ റൺ ചെയ്യാനുള്ള നമ്മൾ ഈ ഷെയർ ബട്ടൺ ഉണ്ടല്ലോ, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ ബ്ലൂ കളറിലുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ലോഡ് ആവുന്നുണ്ട്. ലോഡായിട്ട് എൻ്റെ ആൻസർ 40 പ്രിൻ്റ് ചെയ്തു. അതേമാതിരി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഇതിലിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യുക, ലാപ്പൊന്നും വാങ്ങാതെ ഇത് വെച്ച് ട്രൈ ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്, പോസിബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ലാപ്പിനെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതി. അതേപോലെ കുറഞ്ഞ വിലയുള്ള ലാപ്പ്, പക്ഷെ ഇപ്പോൾ ചിന്തിക്കണ്ട. ഇപ്പോൾ പൈത്തൻ്റെ ഓൺലൈൻ കമ്പൈലർ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ ഗൈസ്, ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, ബൈ.